എനിക്ക് തോന്നുന്നു അൻവർ കഴിഞ്ഞാൽ പിന്നത്തെ ചർച്ച ഉണ്ടാക്കിയത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് എനിക്ക് തോന്നുന്നത്. അത് ഈ വി.ഡി. സതീശൻ വന്നിട്ട് വെൽഫെയർ പാർട്ടി മതരാഷ്ട്രവാദികളല്ല, അവർ മതരാഷ്ട്രവാദമൊന്നും അവർക്കില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് ഈ ഇവിടെ വെറും എനിക്ക് തോന്നുന്നു 1500-2000 വോട്ടേ ഉണ്ടാകൂ ജമാഅത്തെ ഇസ്ലാമിക്ക്. ഒരുപക്ഷെ അതിൽ കുറവേ ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ പി.വി. അൻവർ ഉണ്ടാക്കിയതുപോലെ പിന്നിൽ നിന്ന് മുന്നിലേക്ക് കയറി വന്നതുപോലെ വെൽഫെയർ പാർട്ടിയും ജമാഅത്തെ ഇസ്ലാമിയും ചർച്ചകളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം മാറിയിട്ടുണ്ട് അല്ലേ? അത് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കും UDF-ന് പ്രതിഫലിക്കുക? അതിലത് പിന്നെ വി.ഡി. സതീശൻ അങ്ങനെ പറഞ്ഞതാണ് അതിനകത്തൊരു പ്രശ്നമായി. കാരണം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുന്നതാണ്. എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരസ്യമായി പിന്തുണച്ചുകൊണ്ട് തന്നെയാണ് വെൽഫെയർ പാർട്ടി നിന്നത്. പക്ഷേ അതിനകത്ത് വി.ഡി. സതീശൻ നടത്തിയിട്ടുള്ളത് മതരാഷ്ട്രവാദത്തിൽ നിന്ന് അവർക്ക് ഒക്കെ പിന്മാറിയില്ലേ എന്ന് പറഞ്ഞതോടുകൂടി സമസ്ത ഉൾപ്പെടെ വളരെ പരസ്യമായിട്ട് ആ പരാമർശം വലിയ തോതിൽ അപകടം ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. അതിന് ജമാഅത്തെ ഇസ്ലാമിയെ കൂടി വലിയ തോതിൽ ന്യായീകരിക്കുന്ന തരത്തിലേക്ക് വി.ഡി. സതീശന്റെ പ്രസ്താവന മാറി എന്നതാണ് കൂടുതൽ വരുന്നത്. അപ്പം അത് ഈ മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ തോതിലുള്ള എതിർപ്പിന് അല്ലെങ്കിൽ ഒരു വിയോജിപ്പിന് കാരണമായിട്ടുണ്ട്. ഇപ്പോൾ സമസ്ത ഉൾപ്പെടെയുള്ള പാർട്ടികൾ സംഘടനകൾ അത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പം AP കാന്തപുരത്തിന്റെ വിഭാഗം എല്ലാം തന്നെ പരസ്യമായി തന്നെ അതിനെ വളരെ തോതിൽ എതിർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു പക്ഷേ സ്വാധീനിക്കപ്പെട്ടേക്കാം എന്നുള്ളതാണ്. ഇപ്പം നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ വലിയ വോട്ടൊന്നും ഇവിടെ വെൽഫെയർ പാർട്ടിക്ക് ഉണ്ടെന്ന് കരുതുന്നില്ല. അപ്പോൾ അതിനേക്കാൾ കൂടുതൽ വോട്ട് ചെയ്ത പക്ഷേ SDPIക്ക് ഉണ്ടാകും. പക്ഷേ ഈ ഒരു പ്രസ്താവനയോടുകൂടി അതൊരു വലിയ തർക്കമായി മാറി. ഇപ്പം LDF എല്ലാം അത് വലിയ തോതിൽ എല്ലാ ദിവസവും MV ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു വിഷയമാണ് അവരുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. UDF അല്പം ബാക്കോട്ട് പിടിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ LDF എല്ലാ ദിവസവും BJP ഇന്നലെ പ്രിയങ്ക ഗാന്ധി വന്ന സമയത്ത് പ്രിയങ്ക ഗാന്ധിയുടെ നിലപാടെന്താ ജമാഅത്തെ ഇസ്ലാമിയെ എന്ന് വ്യക്തമാക്കണം എന്ന് പറയുന്നത്. അപ്പൊ അതൊരു വിഷയമായിട്ട് അത് കൊണ്ടുവരുന്നുണ്ട്. അത് സമസ്ത പോലുള്ള സംഘടനകൾ അതിനകത്ത് അവർ നേരത്തെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കടുത്ത വിമർശകരാണ്. അപ്പൊ അത് വലിയ തോതിൽ അവരെ ചർച്ചയായിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആസിഫെ, നമുക്ക് ഒരു കാര്യമുള്ളത്, നമ്മൾ പുറമേ വലിയ ചർച്ചയാകാത്ത ഒരു കാര്യം ഇതുവരെ നമ്മൾ കണ്ട എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളും സംഭവിച്ചത് ഈ ഭരണവിരുദ്ധ വികാരമാണല്ലോ. അതായത് ഇപ്പോൾ കഴിഞ്ഞ തവണ നടന്നതിൽ ഒന്ന് LDF-ന്റെ സീറ്റായിരുന്നു, അവരുടെ സിറ്റിംഗ് സീറ്റ്. അവർ വിജയിച്ചു എന്ന് ഒഴിച്ചാൽ മറ്റ് രണ്ടിടത്തും വലിയ ഭൂരിപക്ഷത്തിലാണ് UDF ജയിച്ചത്. അപ്പോൾ അതിന് കാരണമായത് നമ്മൾ മനസ്സിലാക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ളത് 2 തവണ ഭരിക്കുന്ന ഒരു സർക്കാരിനെതിരായുള്ള വികാരം ആളുകളുടെ ഉള്ളിലുണ്ട്. നിലമ്പൂരിൽ അത് വർക്ക് ചെയ്യില്ലേ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. പി.വി. അൻവർ ഭരണപക്ഷത്തെ MLA ആയിരുന്നു, അദ്ദേഹം രാജിവെക്കുകയുണ്ടായത്. അദ്ദേഹമായിരുന്നു കേരളത്തിലെ ഇപ്പോൾ ഏറ്റവും വലിയ വിമർശകൻ ഈ ഭരണപക്ഷത്തിൻ്റെ പല വീഴ്ചകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ്. ഇവിടെ ഈ വന്യമൃഗങ്ങളുടെ പ്രശ്നം എന്നതുപോലെ നേർക്കുനേർ മനുഷ്യരെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരം ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ആയിരിക്കില്ലേ വിജയവും പരാജയവും നിർണ്ണയിക്കുന്നതിന്? പക്ഷെ എനിക്ക് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഒരു മുന്നണി ഭരിക്കുന്നു, അടുത്ത മുന്നണി വരുമ്പോഴത്തേക്കും ആ ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ ഇപ്പോൾ ആ ഒരു ട്രെൻഡിന് വലിയ മാറ്റം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഭരണവിരുദ്ധ വികാരം ഉണ്ടാകണമെങ്കിൽ സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് കിട്ടാത്ത പ്രശ്നങ്ങളായിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷേ അടിസ്ഥാനപരമായി എല്ലാ മണ്ഡലത്തിലും ഉണ്ടായിട്ടുള്ള വികസനം നിലമ്പൂരിലും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ UDF LDF അവകാശവാദം ഉന്നയിക്കുന്നതിലേക്ക് മാത്രമേ പ്രശ്നമുള്ളൂ. ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട് പദ്ധതികൾ പൂർത്തീകരിച്ചു എന്നുള്ളതിലേക്ക് പ്രശ്നമുള്ളൂ. റോഡ് വികസനം ഒരു അടിസ്ഥാനപര പ്രശ്നമാണ്. കാരണം റോഡ് വികസനം നിലമ്പൂരടക്കം എല്ലായിടത്തും നല്ല ഗംഭീര റോഡുകളാണ്. അപ്പോൾ ജനങ്ങൾ ഈ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് കുടുങ്ങുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. കാരണം 2 പ്രാവശ്യം അധികാരത്തിലുണ്ടായതിൻ്റെ പേരിൽ കിട്ടാത്തപ്പോഴാണ് ഈ പ്രശ്നം വരിക. പക്ഷേ വന്യജീവി പ്രശ്നം വലിയ പ്രശ്നമാണെന്ന് മാത്രമല്ല, അൻവർ ഫോക്കസ് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം പിണറായിസത്തെയും സതീശനൊക്കെ അൻവർ പറയുമെങ്കിൽ പോലും അൻവർ ഫോക്കസ് ചെയ്യുന്നത് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതിന് കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും പങ്കുണ്ടെന്ന് അൻവർ ആരോപിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ഒരു വിഷയത്തിൽ ഊന്നിയുള്ള അൻവറിന്റെ പ്രചാരണം ഒരുപക്ഷെ ഗുണം ചെയ്താലുള്ള സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്.